നിലത്ത് ഇലയിട്ട് മണ്ണ് അതിൽ വിളമ്പി കഴിക്കുന്ന ഉദ്യോഗാർത്ഥികളെയാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ ഇത്രയും കഠിനമായ ഒരു സമര രീതിയിലേക്ക് അവർ നിവൃത്തികേടുകൊണ്ടാണ് ചെന്ന് നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കഷ്ടപ്പെട്ട് വർഷങ്ങൾ പഠിച്ച ഒരു ലിസ്റ്റിൽ വന്ന് അതിന് നിയമന ശുപാർശ കാത്തിരിക്കണം. 5 ജില്ലകളിലെ 1ാം റാങ്കുകാർക്ക് പോലും നിയമനം കിട്ടിയിട്ടില്ല. 8 മാസം പിന്നിട്ടപ്പോൾ ആകെ 2% നിയമനം മാത്രമായിരുന്നു LPST റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഉണ്ടായത്. പിന്നീടും വളരെ നാമമാത്രമായ നിയമനങ്ങൾ മാത്രമാണ് ഉണ്ടായത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ കടുത്ത സമരത്തിലേക്ക് പോകുന്നത്. ഉദ്യോഗാർത്ഥികളുടെ പ്രതികരണം പറഞ്ഞിട്ട് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴും പല ജില്ലകളിലും അഡ്വൈസ് പോയിട്ടുണ്ട് എന്നല്ലാതെ അപ്പോയിന്റ്മെന്റ് ഒന്നും നടന്നിട്ടില്ല. ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്നാണ് വരുന്നത്. ആദ്യത്തെ സമരത്തിന് എല്ലാ ദിവസവും ഇവിടെ ഉണ്ടായിരുന്നു. വീണ്ടും ഇങ്ങനെ ഒരു സമരം നടത്തേണ്ടി വരും ഞങ്ങൾ വിചാരിച്ചതല്ല. ഇപ്പോഴും ഞങ്ങളുടെ നിയമനത്തിന്റെ കാര്യം പ്രതിസന്ധിയിലാണ്. ഇനിയിപ്പോ ഞങ്ങളെ ലിസ്റ്റ് കാലാവധി നീട്ടുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അടുത്ത പരീക്ഷയ്ക്കുള്ള പുതിയ നോട്ടിഫിക്കേഷൻ ഇറക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളുടെ ലിസ്റ്റ് ഞങ്ങളുടെ പാലക്കാട് ജില്ലയിൽ ഒരു അപ്പോയിന്റ്മെന്റ് പോലും നടന്നിട്ടില്ല. അപ്പൊ ആ ലിസ്റ്റ് അങ്ങനെ ജോലി ഇല്ലാതെ എല്ലാവരും വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥയിലെത്തും. പ്രത്യേകിച്ച് ഒരു പോസിറ്റീവായ സമീപനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇത്രയും ശക്തമായ സമരത്തിന് വന്നിരിക്കുന്നത്. അറിഞ്ഞുകൊണ്ടാണ് ഈ മണ്ണ് വാരി കഴിക്കുകയാണ് നമ്മളിത് കണ്ടുകൊണ്ടാണ് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരുത്തരും പഠിച്ചിവിടെ എത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ സ്വപ്നമായിരുന്നു ഇത്. ഞങ്ങൾ ഇരിക്കുന്നതെല്ലാം കൊച്ചു കുട്ടികളെ പഠിപ്പിക്കാനുള്ള അധ്യാപകരാണ്. ആ അധ്യാപകർക്ക് ഇങ്ങനെ ഒരു ഗതി വരിക എന്ന് പറയുമ്പോൾ അങ്ങനെയെങ്കിലും സർക്കാരിന്റെ കണ്ണു തുറക്കട്ടെ. അതുകൊണ്ട് ഞങ്ങളുടെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പുതിയ സർക്കാർ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും എന്നുള്ള ഉറച്ച പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് 9ാമത്തെ ദിവസമായി. പ്രത്യേകിച്ച് ഒരു പരിഗണനയും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. വിദ്യാഭ്യാസ മന്ത്രി ഇതിനിടയിൽ എന്തെങ്കിലും ചർച്ചയ്ക്ക് സാധ്യത പറഞ്ഞിട്ടുണ്ടോ? വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടിട്ടില്ലായിരുന്നു. CM-നെ കണ്ടതാണ്. ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നവരെല്ലാവരും ഞങ്ങൾ കണ്ട് ചർച്ചകൾ നടത്തിയതാണ്. പക്ഷെ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾക്ക് പോസിറ്റീവായ സമീപനം ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇവിടെ തെരുവിലിരിക്കില്ലായിരുന്നു. ഞങ്ങൾ രാവും പകലും ഇല്ലാതെ പല ജില്ലകളിലായിട്ട് കേരളത്തിലെ 14 ജില്ലകളിലായിട്ടുള്ള കുട്ടികളുള്ള ടീച്ചർമാരും എല്ലാം ഇവിടെ വന്നു നിൽക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു എത്ര ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളത്. 24 മണിക്കൂർ നിങ്ങൾ സമയം സർക്കാരിന് മുന്നിൽ വച്ചിരുന്നു. മുഖ്യമന്ത്രി തന്നെ ആദ്യം പറഞ്ഞതാണ് ഈ PSCക്ക് ഈ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളത്. ഈ ഒഴിവുകൾ നിങ്ങൾ അറിഞ്ഞില്ല ഇപ്പോഴും? ഞങ്ങൾക്ക് നാളത്തെ ദിവസം ഞങ്ങളെ സംബന്ധിച്ച് നിർണായകമായ ദിവസമാണ്. ഞങ്ങളുടെ സ്റ്റാഫ് ഫിക്സേഷൻ നടക്കുന്ന ദിവസമാണ്. നാളത്തെ ആ കാര്യം ഇവിടുത്തെ ക്യാബിനറ്റിൽ, അതായത് ഇവിടെ മന്ത്രിസഭാ യോഗത്തിൽ സംസാരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ലിസ്റ്റിന്റെ ഒരു അന്ത്യം തന്നെയാണ്. അപ്പൊ ഞങ്ങളൊരു വളരെ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് നാളത്തെ ദിവസത്തെ. നാളത്തെ ദിവസം ഏറെ നിർണായകമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ മണ്ണ് വാരുത്തുന്നുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇതിപ്പോ നാളെ തലയെണ്ണലാണ്. അപ്പൊ തലയെണ്ണല് കഴിഞ്ഞാൽ ഇനി നമ്മുടെ 1:25 എന്നൊരു തീരുമാനം എത്തിയില്ലെങ്കിൽ ഈ തവണ നല്ല ഡിവിഷൻ ബോൾ കാണും. ഡിവിഷൻ ബോളുള്ള സ്കൂളുകളിലെങ്കിലും 1:25 ആക്കണം എന്നാണ് നമ്മുടെ സർക്കാർ അംഗീകരിക്കുമോ? ദിവസങ്ങളില്ല അല്ലേ? മുന്നിൽ ദിവസങ്ങളില്ല. ഇല്ല, ദിവസങ്ങളില്ല. കാരണം ജൂലൈ 15 തലയെണ്ണലാണ്. അത് കഴിയുമ്പോൾ തസ്തിക നിർണയം വരും. അപ്പോ 1:25 ആക്കിയില്ലെങ്കിൽ ഇത്തവണ നിയമനം ഒരുപാട് കുറവായിരിക്കും. പ്രതീക്ഷയുണ്ടോ ഒരു ചർച്ചയ്ക്ക് ഇനി ഒരു അനുകൂലമായിട്ടുള്ള സമീപനം സർക്കാർ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷ സർക്കാർ എന്തെങ്കിലും ചെയ്യണം. ഞാൻ കൊല്ലം ജില്ല 38ാമത്തെ റാങ്കാണ്. അപ്പോ ഇതുവരെ ഞങ്ങളുടെ കുറച്ച് അഡ്വൈസ് പോയിട്ടുള്ളൂ. അപ്പൊ എല്ലാരും കയറിയിട്ട് പോലും ഇല്ല. അപ്പൊ 38 ഇനി എന്നൊന്നും അറിയത്തില്ല. അപ്പൊ ഞങ്ങളുടെ മുമ്പ് വേറെ വഴിയില്ല. സർക്കാർ എന്തെങ്കിലും ചെയ്താലേ ഈ ലിസ്റ്റ് മുന്നോട്ട് പോകത്തുള്ളൂ. ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ മണ്ണുവാരി തിന്നുന്ന സമരമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരുടെ ലിസ്റ്റ് നിലവിൽ വന്നിട്ട് 15 മാസമായിരിക്കുന്നു. 5 ജില്ലകളിൽ 1ാം റാങ്കുകാർക്ക് പോലും നിയമനം കിട്ടിയിട്ടില്ല. ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് വിചാരിച്ചവരാണ് ഈ സമരത്തിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നത്.